അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ, ഹാപ്പി സംക്രാന്തി. അപ്പോൾ ഞാനും അച്ചുമ്പി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അച്ചുവിനെ ഞാൻ അച്ചുമ്പി എന്നാണ് വിളിക്കുന്നത്, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ മുഖത്ത് നല്ല രീതിക്ക് ടാനുണ്ടായിരുന്നു കേട്ടോ, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതാണ്ട് ഒരു കുന്ന് കണക്കിന് പാത്രം ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. എനിക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ദേഷ്യമാണ്. അപ്പം കഴുകി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിക്കും പിന്നെ കഴുകാമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു കുന്ന് കണക്കിന് കൂടിയിട്ടുണ്ടാവും. അപ്പം എൻ്റെ സകല മൂടും പോകട്ടോ. അപ്പോൾ ഇതെല്ലാം വേഗം കഴുകി വെക്കണം, കാരണം നമുക്കൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ ഞാൻ പാത്രം കഴുകുമ്പോൾ പാട്ടൊക്കെ പാടിയിട്ട് ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിട്ടാണ് ഞാൻ പണികളൊക്കെ ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ ടി വിയിൽ പാട്ട് ഓടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫോണിലുണ്ടാവും. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ എവിടെ തമിഴ്നാട് റായിക്കോട്ട വരെ പോവാട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സിലമ്പത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്, അതായത് ഈ കമ്പെട്ടിങ്ങനെ കറക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത്. അപ്പോൾ ഏട്ടൻ അത് പഠിക്കുന്നുണ്ട്, സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഏട്ടൻ്റെ പരിപാടിയൊന്നും ഇല്ല, പക്ഷെ നമ്മൾ അവിടുത്തെ പരിപാടി കാണാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റായിക്കോട്ടയിൽ സിലമ്പങ്കളി കാണാൻ പോവാണ്. കുറേ പരിപാടി ഉണ്ടെന്നാണ് കേട്ടത്, പക്ഷേ ഗായ്സ് എനിക്ക് അവിടെ പോയ പിന്നെയാണ് വലിയൊരു ചതി എന്താണെന്ന് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു ഭയങ്കര വലിയ സെറ്റപ്പായിട്ടുള്ള പരിപാടിയായിരിക്കുമെന്ന്. പോയി ചെല്ലുമ്പോഴാണ് നോക്കുന്നത്, സ്കൂളിൻ്റെ പുറത്തൊരു ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുന്നത്. ആ കൊതുകടി ഇരുട്ടത്താണ് ഞങ്ങൾ അത്രയും നേരം ഇരുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച് പോയി, അല്ലെങ്കിൽ ഞാൻ എപ്പോഴൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ച് പോകുന്നു അന്നൊക്കെ എനിക്കിത് തന്നെയാണ്. പിന്നെ നമ്മളിതാ തമിഴ്നാട് എത്തിയേ. അപ്പോൾ പൊങ്കലായതുകൊണ്ട് അവിടെ പൂവിൻ്റെയും പിന്നെ ഈ പശുവിൻ്റെയൊക്കെ കഴുത്തിലൊക്കെ ഇടുന്ന മണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടോ ആ കുന്നിൻ്റെ മണ്ടയ്ക്ക് അമ്പലമുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാനും ഓടിച്ചു, കുറച്ച് ദൂരം ഞാനും ഓടിച്ചു, ഏട്ടനും ഓടിച്ചു. ഓൾമോസ്റ്റ് ഒരു 2 hours ജേർണി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ തമിഴ്നാട്ടൊക്കെ കയറി നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടോ. റായിക്കോട്ടെ ആ ഭാഗത്ത് എത്താനായി കുറേ നേരം ട്രാവൽ ചെയ്യണ്ടായിരുന്നു. പിന്നെ ഈ വഴിയിലൊക്കെ കൃഷിയായിരുന്നു കേട്ടോ, പൂവ്, കോളിഫ്ലവർ, ക്യാബേജ്, അങ്ങനത്തെ കുറച്ച് കൃഷിയും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇത് മറ്റേ കൂട്ട് റീൽസിൽ കാണുന്ന പോലെ വീഡിയോ എടുക്കാൻ നോക്കിയതാണ്, പക്ഷേ ഒത്തില്ല, ചീറ്റിപ്പോയി. അപ്പം ഞാനത് ആ പ്ലാൻ അവിടെ ഉപേക്ഷിച്ചു. പിന്നെ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ നോക്കി, അപ്പം അത് സക്സസ് ആയി. പിന്നെതാ അപ്പോൾ ഈ വഴിയിലൊക്കെ കണ്ടോ, ആ കടയിലൊക്കെ കണ്ടോ നമ്മൾ ഈ കാളയ്ക്കും പശുവിനൊക്കെ ഇട്ട് കൊടുക്കുന്ന സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതോണ്ടേ ഒരു വലിയ പാറ പോലത്തെ ഒരു മലയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ട് വഴി തെറ്റി. ഞങ്ങളത് പിന്നെ റൂട്ട് മാപ്പൊക്കെ നോക്കി ഞങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങളുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ സകല മൂടും പോയിട്ടോ. ഞാൻ വലിയ പരിപാടിയാണ് പ്രതീക്ഷ വന്നത്. നോക്കുമ്പോൾ ആ കണ്ടില്ല, ആ സ്കൂളിൻ്റെ മുന്നേ ചെറിയൊരു സ്റ്റേജൊക്കെ കെട്ടിയിട്ടാണ് പരിപാടി ഉണ്ടായിരുന്നത്. ഈ മൈക്കിൽ സംസാരിക്കണതാണ് മാസ്റ്റർ, അതായത് ഏട്ടനെ പഠിപ്പിക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഇവരുടെ പൂജയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ എല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കുന്നുണ്ട്. പിന്നെ അവിടെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ആംബുലൻസും പോലീസ് മാമനൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും കള്ളും കുടിച്ച ഒരാൾ ഓൾറെഡി അവിടെ കള്ളൊക്കെ കുടിച്ച് വിറകളായിരുന്നു, പക്ഷേ അത് അവിടുത്തെ ആൾക്കാർ തന്നെ എടുത്തിട്ട് ഡീൽ ചെയ്തായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, പോലീസ് മാമൻ്റെ ആവശ്യം വന്നില്ല. അപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ഉണ്ട്. ഇതാണ് സിലമ്പം. ഈ കമ്പിങ്ങനെ ചുറ്റിട്ട് ആ തേങ്ങ അത് പൊട്ടിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു ഇനോഗ്രേഷനും പൂജ അതുപോലെയൊക്കെയാണ്. പിന്നെ എല്ലാവരും അവരവരുടെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയി. പിന്നെ വലിയ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. ആ ഒരു ഉരുണ്ടിരിക്കുന്ന കല്ല് കണ്ടില്ല, അത് എടുത്തിട്ട് പുറകോട്ടിടണം. അതും ഓപ്പൺ ചാലഞ്ച് ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ കുറച്ച് പേര് അങ്ങനെയും ചെയ്തു. പിന്നെ ഇതാ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഇത് വലിയൊരു കമ്പിൻ്റെ മേലെ ഈ പിള്ളേരിങ്ങനെ വലിഞ്ഞു കയറുന്ന പരിപാടിയായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്കിത് കണ്ടിരിക്കാൻ പറ്റില്ല, കാരണം അതുപോലെ ടെൻഷനാവും. ഈ പിള്ളേർ പെട്ടെന്ന് ഇങ്ങോട്ട് താഴോട്ട് ചാടുമ്പോൾ തലയടിക്കുമോ മുഖം ഇടിക്കുമോ എന്നൊക്കെ നമുക്ക് പേടിയാട്ടോ. പിന്നെ അവിടെ സേഫ്റ്റിക്ക് വേണ്ടി ബെഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലാകെ ഉള്ളായിരുന്ന ഒരു വലിയൊരു ചെറുക്കനായിരുന്നു കേട്ടോ, അവനാണ് ഈ മണ്ടക്കിരിക്കുന്നത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് പിർക്കാച്ചികളായിരുന്നു കേട്ടോ. ഈ ചെറിയ പിള്ളേർ കാണിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ. കണ്ടോ വലിഞ്ഞ് കയറുന്നത് കണ്ടോ. ഞാനൊക്കെ ഈ പ്രായത്തിൽ സത്യം പറഞ്ഞാൽ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നില്ലാണ്ട് നമുക്കിതൊന്നും വരത്തില്ലായിരുന്നു. കണ്ടോ സത്യം നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. അയാൾ അവിടെ താഴെ ആ കമ്പ് അങ്ങോട്ട് മറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. പിന്നെ അവർ മേലെ നിന്ന് പെട്ടെന്ന് താഴോട്ട് ചാടുമ്പോൾ അയാൾ വേഗം പോയി കൈയൊക്കെ വെച്ചിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരുടെയൊക്കെ പരിപാടിയൊക്കെ കണ്ടിരുന്നു കേട്ടോ കുറേ നേരം. കണ്ടില്ലേ, നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. അടുത്തതാ വെറും കൈ കൊണ്ട് പറ്റിയില്ലെങ്കിൽ തീപ്പന്തമൊക്കെ പിടിച്ചിട്ടാണ് അടുത്തത്. എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നതെന്നാണ്. ഇവർക്ക് ഒരു അക്കാഡമി തന്നെ ഉണ്ട്, അതായത് തമിഴ്നാടും ബാംഗ്ലൂരും എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഇതാ ചെറിയ പിള്ളേരുടെ പരിപാടി, സിലമ്പം, ഈ കറക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ പരിപാടിയൊക്കെ കണ്ടിരുന്നപ്പോൾ തന്നെ സമയം പോയിട്ടോ. നമുക്ക് തിരിച്ച് വീട്ടിലെത്താവുള്ളതാണ്. ഞങ്ങൾക്ക് നേരത്തെ ഇറങ്ങണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടത്തോടെ നിർത്തി നമ്മൾ തിരിച്ച് പോവായി.